എനിക്ക് 100% പറയാൻ പറ്റും എന്റെ ഡിസിഷൻ വളരെ കറക്റ്റ് ആയിരുന്നു. എലാൻസ് വാസ് ദ ബെസ്റ്റ്. എല്ലാ രീതിയിലും നോക്കിയാലും എനിക്ക് എലാൻസ് ബെസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഫാക്കൽറ്റീസിന്റെ കാര്യം എടുത്താൽ ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് എലാൻസിലാണുള്ളത്. ആൻഡ് നൗ ആസ് എൻ ACC അത്ലീറ്റ് വർക്കിംഗ് ഇൻ EY എനിക്ക് 100% പറയാൻ പറ്റും എലാൻസ് ഹാസ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ്. ആൻഡ് അവരെന്നെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ACC പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം എന്നായിരുന്നു. സോ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പൊ അവരെല്ലാം എന്നോട് പറഞ്ഞു എലാൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അവരാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫാക്കൽറ്റി റേഞ്ചും എല്ലാം ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. സോ എന്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ACCയിലോട്ട് മൂവ് ചെയ്യണം എന്നായിരുന്നു പ്ലാൻസ്. കാരണം നമുക്കറിയാം ACC ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആണ്. 180+ കൺട്രീസിൽ ACC റെക്കഗ്നൈസ്ഡ് ആണ്. ആൻഡ് എനിക്ക് എബ്രോഡ് മൂവ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു. സോ എന്തുകൊണ്ടും എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ACC ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ACCയെ ചൂസ് ചെയ്തത്. ആൻഡ് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ അതിൽ പാസ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി, ഞാൻ ഭയങ്കര ഹാപ്പിയായി. ആൻഡ് എന്നോട് തന്നെ എനിക്കൊരു പ്രൗഡ് തോന്നി. ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് നോക്കിയത്. ആൻഡ് then ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ACC എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. ആൻഡ് ACCയോട് ആ ഒരു ജസ്റ്റിസ് കാണിച്ചാലേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്റെ ഹാർഡ് വർക്കിനുള്ള എല്ലാ റിസൾട്ടും എനിക്ക് കിട്ടി. ഞാൻ എന്റെ ഡ്രീം കമ്പനിയിൽ അഡ്വാൻസ്ഡ് ഓഡിറ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഞാൻ ഹാപ്പിയാണ്. ഹായ്, മൈസെൽഫ് മെറിനം ജോളി ആൻഡ് ഞാനിപ്പോൾ ACC അഫിലിയേറ്റ് ആയി ആൻഡ് ഐ എം കറന്റ്ലി വർക്കിംഗ് ആസ് ആൻ അഡ്വാൻസ്ഡ് ഓഡിറ്റ് അസോസിയേറ്റ് അറ്റ് EY. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് BCom ആയിരുന്നു വിത്ത് മേജേഴ്സ് ഇൻ ഫൈനാൻസ് ആൻഡ് ടാക്സ്. സോ എന്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ACCയിലോട്ട് മൂവ് ചെയ്യണം എന്നായിരുന്നു പ്ലാൻസ്. കാരണം നമുക്കറിയാം ACC ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആണ്. 180+ കൺട്രീസിൽ ACC റെക്കഗ്നൈസ്ഡ് ആണ്. ആൻഡ് എനിക്ക് എബ്രോഡ് മൂവ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു. സോ എന്തുകൊണ്ടും എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ACC ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ACCയെ ചൂസ് ചെയ്തത്. സോ ACCയെ പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം എന്നായിരുന്നു. സോ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പൊ അവരെല്ലാം എന്നോട് പറഞ്ഞു എലാൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അവരാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫാക്കൽറ്റി റേഞ്ചും എല്ലാം ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. ആൻഡ് നൗ എനിക്ക് 100% പറയാൻ പറ്റും എന്റെ ഡിസിഷൻ വളരെ കറക്റ്റ് ആയിരുന്നു. എലാൻസ് വാസ് ദ ബെസ്റ്റ്. എന്റെ ഫാക്കൽറ്റീസ് എല്ലാം പറയുമായിരുന്നു അവർ പാർട്ട് ക്വാളിഫൈഡ്സ് ആയപ്പോൾ തന്നെ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന്. സോ എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനും പാർട്ട് ക്വാളിഫൈഡ് ആയപ്പോൾ ജോബ്സിനെല്ലാം അപ്ലൈ ചെയ്യുമായിരുന്നു. ലക്കിലി ഞാൻ പെട്ടെന്ന് തന്നെ പ്ലേസ്ഡ് ആയി. അതുകൊണ്ട് ബാക്കി എന്റെ ഫൈനൽ പേപ്പേഴ്സ് എല്ലാം ഞാൻ ഓൺലൈൻ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് പേഴ്സണലി ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും ഓൺലൈൻ ക്ലാസ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റീവാച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്കിപ്പോൾ ഒരു ടോപ്പിക് ഡൗട്ട് ആണ്, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എത്ര തവണ വേണേ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് എൻ്റെ ഒരു കുറച്ച് ചിൽ പേഴ്സണാലിറ്റിയാണ്. സോ എനിക്ക് എന്തുകൊണ്ടും ഒരു ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മൾ ഒരു എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് നമുക്കത് ചെയ്യാം. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ ആൻസേഴ്സ് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസ് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. സോ എനിക്ക് എന്തുകൊണ്ടും ഓൺലൈൻ ക്ലാസ് ആണ് ഭയങ്കര ഇഷ്ടമായത്. ഇൻ ജനറൽ എക്സാം റിസൾട്ട് വന്നേക്കാൻ മുന്നേ ഭയങ്കര ടെൻഷൻ ആയിരിക്കും എനിക്ക്. ആ നൈറ്റ് ഞാൻ ഉറങ്ങാറില്ല. ആൻഡ് ദിസ് ടൈം ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത്. കാരണം ഇതെന്റെ ലാസ്റ്റ് പേപ്പർ ആയിരുന്നു. ആൻഡ് ഇത് ട്രിപ്പിൾ ആയിരുന്നു. ട്രിപ്പിൾ നമുക്കറിയാം ACCയിലെ ഏറ്റവും കുറവ് പാസ് പെർസെന്റേജ് ഉള്ള പേപ്പറാണ്. സോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ആൻഡ് ഞാൻ ഡിസംബർ അറ്റംപ്റ്റിലാണ് എഴുതിയത്. സോ ഒക്ടോബർ നവംബർ നമുക്ക് ഇന്ററിം ബിസി സീസൺ ആണ്. സോ പ്രിപ്പറേഷനും അത്ര ടൈം കിട്ടിയിട്ടില്ല. സോ ഒരു 50-50 ചാൻസിലാണ് ഞാൻ പോയി എഴുതിയത്. ആൻഡ് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ അതിൽ പാസ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി, ഞാൻ ഭയങ്കര ഹാപ്പിയായി. ആൻഡ് എന്നോട് തന്നെ എനിക്കൊരു പ്രൗഡ് തോന്നി. ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് നോക്കിയത്. ആൻഡ് then ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. സോ ACC എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. ആൻഡ് ACCയോട് ആ ഒരു ജസ്റ്റിസ് കാണിച്ചാലേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഒരു ACCA ജേർണിയിൽ എൻ്റെ ഫസ്റ്റ് 9 പേപ്പേഴ്സ് വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ, മാനേജബിൾ ആയിരുന്നു. പക്ഷെ വർക്കിലോട്ട് കടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഫൈനൽസ് ചെയ്തത്. സോ വർക്ക് ആൻഡ് സ്റ്റഡീസ് രണ്ടും കൂടെ എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം 9 to 10 hours നമുക്ക് EYയിൽ വർക്ക് ചെയ്യണം. ആൻഡ് then അത് കഴിഞ്ഞാണ് നമ്മൾ സ്റ്റഡീസ് ചെയ്യണേ. സോ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ ഹാർഡ് വർക്കിനുള്ള എല്ലാ റിസൾട്ടും എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ഡ്രീം കമ്പനിയിൽ അഡ്വാൻസ്ഡ് ഓഡിറ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഞാൻ ഹാപ്പിയാണ്. EYയിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. എല്ലാം
ACCA കഴിഞ്ഞവർ തന്നെയാണ്. സോ നമ്മുടെ ഏജിലുള്ളവർ തന്നെ ആയതുകൊണ്ട് നല്ല ചിൽ വൈബായിട്ട് പോകുന്നു. സോ Naukri.com ഞാൻ ഓൾറെഡി എൻ്റെ CV അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കേഷൻസും എല്ലാം ഞാൻ കറക്റ്റായിട്ട് എഴുതി ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV തന്നെയാണ് ഞാൻ Naukri.com ഇട്ടത്. സോ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു EY ഒരു മാസീവ് ഹയറിംഗ് നടക്കുന്ന ഒരു ടൈമായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്കാണ് ആക്ച്വലി കോള് വന്നത്. സോ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആയി EY കോള് വന്നപ്പോൾ. കാരണം ഞാൻ അപ്ലൈ ചെയ്ത ടൈമിലൊന്നും എനിക്ക് കോള് വന്നിട്ടില്ല. സോ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു കോള് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഫോർ പ്രിപ്പറേഷൻസ് ഓഫ് കോഴ്സ് ഇതൊരു ഓഡിറ്റ് റിലേറ്റഡ് റോൾ ആയതുകൊണ്ട് ഞാൻ ഓഡിറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രിപ്പയർ ചെയ്തത്. AA പോർഷൻസ് എല്ലാം ഒന്നും കൂടെ റിവൈസ് ചെയ്തു. ആൻഡ് ഞാൻ ആ ടൈമിൽ ഒരു UK ബേസ്ഡ് കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുമായിരുന്നു. സോ ഞാൻ ആ വർക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 50-50 ചാൻസ് ആയിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ തന്നെ ലക്കിലി എനിക്ക് പ്ലേസ്ഡ് ആയി എന്നുള്ളൊരു ഇന്റിമേഷൻ കിട്ടി. എലാൻസിലെ ഓഫ്ലൈൻ ക്യാമ്പസ് എക്സ്പീരിയൻസും ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ ഫാക്കൽറ്റീസിനോടായാലും ഒരു ബോണ്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഓഫ്ലൈൻ തന്നെയാണ് നല്ലത്. ആൻഡ് നമുക്കിപ്പോൾ ഇതിൽ ഡൗട്ട്സ് വന്നാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ഡൗട്ട്സ് ചോദിക്കാം. അവരപ്പോൾ തന്നെ നമ്മുടെ ക്വറീസ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. സോ മൈ ഓവറോൾ എക്സ്പീരിയൻസ് അറ്റ് എലാൻസ് വാസ് വണ്ടർഫുൾ. സോ എല്ലാ രീതിയിലും നോക്കിയാലും എനിക്ക് എലാൻസ് ബെസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഫാക്കൽറ്റീസിന്റെ കാര്യം എടുത്താൽ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് എലാൻസിലാണുള്ളത്. ആൻഡ് നൗ ആസ് എൻ ACC അഫിലിയേറ്റ് വർക്കിംഗ് ഇൻ EY എനിക്ക് 100% പറയാൻ പറ്റും എലാൻസ് ഹാസ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ്. ആൻഡ് അവരെന്നെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഡ്രീം ഞാൻ അക്കംപ്ലിഷ് ചെയ്തു. ഐ ഹാവ് ബിക്കം എൻ ACC അഫിലിയേറ്റ്. ആൻഡ് നൗ ഇനി എനിക്ക് എൻ്റെ ഫാക്കൽറ്റീസിനെ പോലെ തന്നെ സ്വന്തമായിട്ട് ഫേം ഇടണം, ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ള ഡ്രീമാണ് എനിക്കുള്ളത്. സോ ഐ എം ഫോർ എവർ താങ്ക്ഫുൾ ടു മൈ ഫാക്കൽറ്റീസ്.